നിങ്ങളുടെയും നിങ്ങളുടെ പാർട്ട്ണറിന്റെയും ഈ സ്നേഹബന്ധത്തിൽ എനർജി എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ കാർഡ് ക്യൂൻ ഓഫ് കപ്പ് എന്നതാണ്. നിങ്ങളുടെ ബന്ധത്തിൽ കരുണയും പ്രിയവും ഇപ്പോൾ പ്രാധാന്യമാണ്. നിങ്ങൾ കൂട്ടുകാരനോ കൂട്ടുകാരിക്കോ ഇമോഷണൽ സപ്പോർട്ട് നൽകാൻ തയ്യാറാണ്. ഫോർ ഓഫ് സോർഡ്സ്, ശാന്തിയും വിശ്രമവും ബന്ധത്തിൽ ആവശ്യമാണ്. ചില വിഷമങ്ങൾ അകറ്റാൻ വിശ്രമം എടുത്തേ മതിയാകൂ. അടുത്ത കാർഡ് ഫൈവ് ഓഫ് വാൺസ് ആണ്. ചില അവ്യക്തകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായേക്കാം. എന്നാൽ ഇത് വ്യവസ്ഥകൾക്കൊപ്പം വളരാനും മനസ്സിലാക്കാനും ഉള്ള ഒരു അവസരമായി കണക്കാക്കണം. ക്യൂൻ ഓഫ് കപ്സ് ഈ കാർഡ് ശക്തമായ സ്നേഹവും കരുണയുമാണ് പ്രതിനിധാനം ചെയ്യുന്നത്. നിങ്ങൾ ഇപ്പോൾ നല്ല ഹൃദയത്തോടുകൂടെ അനുഭവങ്ങൾ കൈകാര്യം ചെയ്യുകയാണ്. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ കൂടുതൽ കരുതലോടെ പ്രവർത്തിക്കുകയും പങ്കാളിക്ക് ഇമോഷണൽ സപ്പോർട്ട് നൽകുകയും കൊടുക്കുകയും ചെയ്യുന്നത് ഏറെ ഫലപ്രദമായിരിക്കും. ഫോർ ഓഫ് സോർഡ്സ് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് വിശ്രമവും ആത്മപരിശോധനയും നിർദ്ദേശിക്കുന്നു. നിങ്ങൾക്ക് ചില വിഷമങ്ങൾ ഉണ്ടോ? ശാന്തമായി ഇരുന്ന് അവയെ പരിഹരിക്കാൻ ശ്രമിക്കുക. ഓരോ പ്രശ്നത്തെയും സമയമെടുത്ത് മനസ്സിലാക്കാൻ ശ്രമിക്കൂ. ഫൈവ് ഓഫ് സോർഡ്സ് സൂചിപ്പിക്കുന്നത് ഒരുപാട് മത്സരങ്ങളും അവ്യക്തതകളും കാണിക്കുന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം, പക്ഷേ അത് ഒരിക്കലും ആർഗ്യുമെന്റിലേക്ക് പോകാതെ നോക്കുക. മറിച്ച് ഇത് നിങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു അവസരമായി കണക്കാക്കണം. ഒരു പക്ഷേ നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും വ്യത്യസ്ത എനർജിയിൽ കഴിയുകയും എന്നാൽ ഒരുമിച്ച് പ്രവർത്തിച്ച് ആശയവിനിമയം ശക്തമാകുമ്പോൾ നിങ്ങളുടെ ബന്ധം ശക്തമാക്കാൻ കഴിയും. കൂടുതൽ സ്നേഹവും കരുതലും നൽകുക. പ്രശ്നങ്ങളെ നിങ്ങൾ ചിട്ടയോടെ നേരിടുക.